ഹലോ എവരിവൺ. അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് വിമൻസിനെ കുറിച്ചായിരുന്നു. ജെൻഡർ ആൻഡ് സോഷ്യോളജി ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റില് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. സോഷ്യോളജിയിലാണെങ്കിൽ പോലും സ്ത്രീകളെ കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകളെ കുറിച്ചും അവരുടെ അവകാശങ്ങളെ കുറിച്ചും ഒക്കെയുള്ള ചിന്താഗതികൾ വന്നത് വളരെ വൈകിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇന്നും സ്ത്രീകൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് വുമൻസിന്റെ പൊളിറ്റിക്കൽ സെൽഫ് ഓർഗനൈസേഷനെ കുറിച്ച് നോക്കാം. പൊളിറ്റിക്കൽ ആയിട്ടുള്ള വുമൻസിന്റെ സെൽഫ് ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ആദ്യം നമുക്കുള്ളത് വുമൻസ് ആൻഡ് പൊളിറ്റിക്കൽ സെൽഫ് ഓർഗനൈസേഷനിലുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, women's increasing participation in paid work has had a significant impact on their ability to organize as political players. Some feminists stated that women in the West began working in paid jobs without questioning the family's privileging gender by ideology. Their participation in paid labor, on the other hand, facilitated their access to resources and new labor experiences, which aided their political participation. According to Brunner and the institutional foundation for the women's movement was built by the increasing number of married women and their daughters working and attending college. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം വിമൻസിന് എത്രത്തോളം പ്രാധാന്യം ഇന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകസഭയിലൊക്കെ 33% സ്ത്രീകൾക്ക് റിസർവേഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ സ്ത്രീകൾ ഈ ഒരു പാർട്ടിയിലേക്കും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മേഖലകളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനായിട്ട് തുടങ്ങിയത്. കാരണം പരമ്പരാഗതമായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് മത്സരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവരുടെ ഭാര്യമാരെ അല്ലെങ്കിൽ കുട്ടികളെ ഇറക്കുന്ന ഒരു പരിപാടി തുടങ്ങിയതൊക്കെ ഇത്തരത്തില് സ്ത്രീകളുടെ പ്രാതിനിധ്യം വന്നതോടുകൂടിയാണ്. അപ്പൊ അത് ഒക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വർക്കിംഗ് വുമൻസ് മൂവ്മെന്റ് ഹാസ് എ ലോങ് ഹിസ്റ്ററി ഇൻ ഈച്ച് country. In Germany, the working women's movement was on the rise from 19 to 1901. Women who worked and sweat shops, home industries, and in the household labor sector were part on the movement. The expansion of the basis of working women's movement in Germany was aided by various forms of struggles and organization. Women wage laborers in Berlin set the groundwork for the movement in Varda, and the Women's Workers Association was founded in 1885. Combats capitalism and patriarchy. The proletariat women's movements used practical measures such as founding separate organizations or joining യൂണിയൻസ്. അപ്പൊ നമുക്ക് അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊക്കെ വന്നത് എന്താണ്? മൂവ്മെന്റ്സ് വഴിയാണ് അല്ലെ. നമ്മൾ തന്നെ പറഞ്ഞു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നതെന്ന്. അല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരായ ഒരുപാട് ആളുകൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ സഹിക്കുന്നവരാണെന്നും അവര് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ആളുകളാണെന്നുള്ള ചിന്ത നമ്മുടെ നവോത്ഥാന നായകർക്കുണ്ടായി. അവര് ഒരുപാട് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ തന്നെ മുന്നോട്ട് വന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവര് നിയമ നടപടികൾ അല്ലെങ്കിൽ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഒരുപാട് അവകാശങ്ങൾ ഇന്ന് ലഭിച്ചത്. മാറുമറയ്ക്കാനുള്ള അവകാശമൊക്കെ സ്ത്രീകൾ സമരം ചെയ്ത് അവർക്ക് നേടിക്കൊടുത്തതാണ്. പണ്ട് കാലഘട്ടങ്ങളിൽ മാറുമറയ്ക്കാൻ പോലുമുള്ള അവകാശം സ്ത്രീകൾക്ക് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അവകാശങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സമരം ചെയ്താണ് നേടിയെടുത്തത്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. സ്ട്രഗിൾ ആൻഡ് റെസിസ്റ്റൻസ് കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ഡിസ്കസ് സം കേസ് സ്റ്റഡി ഓൺ സ്ട്രഗിൾ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർക്കിംഗ് ക്ലാസ് വുമൺ അക്കോർഡിംഗ് ടു ബർണർ ആൻഡ് were more contract with their survival and maintaining class solidarity, which prevented them from patriarchal. In the middle class women's campaign for equality, women were forbidden from participating in political self-organization in all of those movements due to their social condition. As a result, women's concerns in the class struggle were overlooked, and social reforms were mostly based on the nation that families were or should be supported by male breadwinners.
About women's movements in 1930s, such as the which middle class movement, working class women's movements, and women in trade unions all faced distinct social limitations. In order to align with one another, Werner enumerated several factors for women's lack of participation in collective action. Because the vast majority of married women do not work for salaries, women in the organization sector have had little success in mainstreaming their demands. Women were doubly burned with the domestic responsibilities in the working class movements. Women activities in trade unions were concentrated in their ability to change sexism inside the labor movements due to a lack of an organizational base. അപ്പോൾ നമ്മൾ പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വുമൻസിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നുണ്ട്. വുമൻസ് വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള വുമൻസ് കുറേ നടപടികൾ അല്ലെങ്കിൽ മൂവ്മെന്റ്സ് വേണ്ടിയിട്ട് അവർ തുടക്കം കുറിച്ചിട്ടുണ്ട്. 1930 തുടങ്ങി ഒരുപാട് മൂവ്മെന്റ്സ് സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള വുമൻസിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സൊസൈറ്റി തന്നെ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ അവർ ജോലിയും ചെയ്യുന്നു, ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കുന്നു, അതോടൊപ്പം വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളുടെ കാര്യവും അതുപോലെ തന്നെ വീട്ടിലെ ജോലികളും ഒക്കെ അതേ കൂടുതൽ ഉത്തരവാദിത്തോടെ ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഡബിൾ ആയിട്ടുള്ള വർക്ക് ലോഡ് അവർക്കുണ്ടാവും. അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഇത്രയും പേയ്മെന്റും വളരെ കുറവായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വർക്കിംഗ് ആയിട്ടുള്ള വുമൻസിന് പുരുഷന്മാരെക്കാൾ വളരെയധികം സാലറി കുറവായിരുന്നു. അപ്പൊ അതിനെയൊക്കെ എതിരെ ഒരുപാട് മൂവ്മെന്റ്സ് സ്ത്രീകളുടെ പക്ഷത്തു നിന്നുണ്ടായി. അതിന്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഈക്വൽ സാലറി ഒക്കെ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചതും അതുപോലെ തന്നെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങി വെച്ചതും. ഇനി സ്ട്രഗിൾ ആൻഡ് റെസിസ്റ്റൻസ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിസ്കസ് സം കേസ് സ്റ്റഡി ഓൺ സ്ട്രഗിൾ ആൻഡ് റെസിസ്റ്റൻസ്. കേസ് സ്റ്റഡി എന്താണെന്നുള്ള കാര്യം അറിയാലോ അല്ലെ? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ, ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നതിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് റിസർച്ചിന്റെ ഒക്കെ ഒരു മെത്തേഡും കൂടിയാണ് കേട്ടോ. അപ്പൊ കേസ് സ്റ്റഡി വഴിയുള്ള ചില സ്ട്രഗിളിന്റെ റെസിസ്റ്റൻസിന്റെയും കേസ് സ്റ്റഡികളാണ് ഇവിടെ പറയുന്നത്. ഇൻ ഓൾ പാർട്ട് ഓഫ് ദ വേൾഡ് വുമൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ പെയ്ഡ് ലേബർ ഈസ് എക്സ്പെൻഡിങ് and they are more or less commanded within the informal sector, despite the fact that it was frequently suggested that women's participation in paid employment would become the principal source in their emancipation. They remained outside of the trade union and collective action. The trade union movements, which across the in tandem with the rise of assembly line manufacturing, remained mostly in the hands of people in the informal economy, which is characterized by easy access, low wages, and the lack of the employee-employer connection were not reached by trade unions as a collective activity. The attitudes of mainstream unions towards informal workers where they still are often characterized by fear and hostility, since they perceived such workers as a threat to the privilege that they had won through organization action. As a result, only a small percentage of women joining the trade union due to the impression of terror and the concern of their survival. Poor women workers who found it impossible to establish collective strategy, the informal economy. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഇൻഫോർമൽ ഇക്കോണമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇൻഫോർമൽ ആയിട്ടുള്ള ഇക്കോണമിയിൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള വുമൻസിന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് കേസ് സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. ആ കേസ് സ്റ്റഡികളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ വുമൻസിന്റെ സ്ട്രഗിൾസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് അല്ലെങ്കിൽ സമൂഹങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ഇനി എക്സ്പീരിയൻസ് ഓഫ് വുമൺ വർക്കേഴ്സ് വിത്ത് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പ്രയർ ടു വർക്ക്സ് ഇൻ ദ ഗ്രേപ്പ് industry, the woman had little experience with the trade unions. Women gained contact with the rural trade union organization like STR after becoming employed in vineyards and become change against in their lease. The following is how one lady describes her experiences joining the trade union. The Delago Syndical began inviting us to meeting to discuss the working conditions in the valley and how the rural workers union hoped in to improve our lives as employees. I learned more about our rights as a result of the collective bargaining campaign, and I joined the trade union. When I learned about our rights in the convention, I decided to join the union.
every time the employer did anything wrong or failed to fulfill a convention agreement, I conducted the syndical dialogue and the trade union to try to resolve the problem. അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. STR എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, യൂണിയൻ ഓർഗനൈസേഷനൊക്കെ ഉണ്ടായപ്പോൾ ട്രേഡ് യൂണിയൻസ് എങ്ങനെയാണ് വുമൻസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ വുമൻസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനായിട്ട് ട്രേഡ് യൂണിയൻ എത്രത്തോളം മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സ്ട്രഗിൾ ഓഫ് വുമൻ എംപ്ലോയേഴ്സ് ഇൻ ദ ഗ്രേപ്പ് ഇൻഡസ്ട്രി is displayed in the above narrative. Women who are aware to their own rights and working conditions can reinforce their class status. Women's struggle for recognition for professional employees and equal to male workers are inflected in their interactions with their trade unions through the experiences or organization of women in South Africa. Carl Solomon looked at the in connections between struggle, class awareness and women empowerment. അപ്പൊ ഈ ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് വുമൻസിന്റെ ഇടയിലുള്ള ഈ ഒരു വർക്കിംഗ് സ്ട്രഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ ഓൺ റൈറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അടിമകളായി മാറിക്കൊണ്ടിരിക്കും അല്ലെ. യാതൊരു വിധത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിൽ പോലും നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നല്ലതാണെന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമുക്ക് ഒരിക്കലും ഒരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല അല്ലെ. പക്ഷെ നമ്മൾ ആ ഒരു അവകാശം തിരിച്ചറിഞ്ഞ്, നമ്മുടെ അവകാശം തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പോരാടിയതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് മൗലിക അവകാശങ്ങളൊക്കെ കിട്ടിയതൊക്കെ ഇതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം. വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം. ആ അറിവിൽ നിന്നാണ് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നത്. അപ്പൊ ട്രേഡ് യൂണിയൻസും കാര്യങ്ങളൊക്കെ നമ്മളെ അതിനുവേണ്ടി സഹായിക്കാറും ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ farm women's rights to educate the capacity building were addressed by the women on farm project, a registered NGO in South Africa. It educated women about their rights and aided them in obtaining benefits like social security, child support and other benefits. After a while, the program shifted its focus on to fighting for labor rights, which were routinely abused in commercial farms. However, the program worked in isolation with the title political motivation to organize farm women. Individual farm women began to mobilize and organize into a collective group as they learned about their rights as workers, citizens and women. അപ്പൊ അതും ഒന്ന് ജസ്റ്റ് ഓർത്തിരുന്നോളൂ കേട്ടോ. According to Solomon, women experienced in political motivation and consciousness, raising a battle that eventually leads to an organized strategy or movement in South Africa. The example, the WFP as an NGO was unable to address associated labor problems because it compelled farms to join a trade union. ട്രേഡ് യൂണിയൻ ഏതൊക്കെ രീതിയിലാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ വിമൻസിന്റെ വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ചും അവരുടെ റൈറ്റ്സിനെ കുറിച്ചും കൃത്യമായിട്ടുള്ള അറിവ് അവർക്കുണ്ടെങ്കിലേ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ അല്ലെ. വുമൻസിന് വേണ്ടിയിട്ട് തന്നെ പോരാടാൻ വിമൻസിന് അവരുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായുള്ള ധാരണ ഉണ്ടാവണം. അപ്പൊ അത് ലഭ്യമാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അവബോധ ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ അവർക്ക് വർക്കിംഗ് വുമൻസിന് നല്ല രീതിയിൽ അവരെ മെച്ചുവേർഡ് ആക്കാനും അവരെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനും ഒക്കെ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനി സെക്ഷൽ വയലൻസിനെ കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് വരുന്നുണ്ട് എക്സാമിന്. അത് നമുക്ക് ഏകദേശം കൂടുതലായിട്ട് 70% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സെക്ഷൽ വയലൻസ് എന്താണ്, അതിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെക്ഷൽ വയലൻസ്, എക്സ്പ്ലെയിൻ ഇൻ യുവർ ഓൺ വേർഡ്സ്, അല്ലെങ്കിൽ ഡിസ്കസ് ദ വേരിയസ് ഫോംസ് ഓഫ് സെക്ഷൽ വയലൻസ്. എങ്ങനെയായിരിക്കും നമുക്ക് എക്സാമിന് ചോദ്യം ഉണ്ടാവുക. സെക്ഷൽ വയലൻസ് എന്താണ് നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതുക, അതുപോലെ തന്നെ സെക്ഷൽ വയലൻസിന്റെ വേരിയസ് ഫോംസിനെ കുറിച്ച് എഴുതുക എന്ന് രണ്ട് രീതിയിൽ എക്സാമിന് വരാറുണ്ട്. സെക്ഷൽ വയലൻസ് is defined as any sexual act attempted to obtain a sexual act, unwanted sexual comments or advance or act to traffic or otherwise direct against a person's sexuality using corruption by any person regardless of their relationship to the victim in any setting, including but not limited to home and work, by the World Health Organization in its 2002 World Report on Violence and Health. Sexual assault is a elaborated act with the objective of humiliating,
and victim and lowering their human dignity. The following are example of sexual violence in India. സെക്ഷൻ വയലൻസിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും സെക്ഷൽ വയലൻസ് വളരെ ശക്തമായിട്ടുണ്ട് അല്ലെ. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നമുക്ക് ലിറ്ററസിയുടെ കുറവും സാക്ഷരതയുടെ കുറവും അതുപോലെ തന്നെ ചില ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ഒക്കെ നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള വയലൻസിന് കാരണമാകാറുണ്ട്. അപ്പൊ ആ ഒരു സെക്ഷൽ വയലൻസ് കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റും. നമ്മുടെ പത്രവാർത്തകളിലൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നത് നമുക്കറിയാം അല്ലെ. അതുകൂടാതെ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള ചില ഇൻസിഡൻസ് ആയിരിക്കും. പക്ഷെ അതിലില്ലാതെ വാർത്തകളിൽ വരാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പലയിടത്തും സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവബോധം നമുക്ക് ഉണ്ടാവണം. സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ചോ അവരുടെ നോട്ടം കൊണ്ടോ പോലും ഒരാളെ വളരെ മോശമായിട്ട് അയാളെ ആസ്വദിക്കുന്നതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെക്ഷൽ വയലൻസിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അതുപോലെ തന്നെ വയലൻസ് എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. സെക്ഷൽ വയലൻസ് ഇന്ത്യയിൽ എങ്ങനെയാണുള്ളതും അതുപോലെ തന്നെ ഇന്ത്യയിലെ സെക്ഷൽ വയലൻസിന്റെ വളരെ പ്രധാനപ്പെട്ട വേരിയേഷൻസും കാര്യങ്ങളാണ് പറയാം. സെക്ഷൽ അസൾട്ട് ഓർ റേപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. റേപ്പ് എന്താണെന്ന് റേപ്പിസ്റ്റുകളെ കുറിച്ചൊക്കെ നമുക്കറിയായിരിക്കും. ഒരുപാട് റേപ്പ് വിക്ടിംസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം റേപ്പ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു സെക്ഷൽ വയലൻസ് തന്നെയാണ്. റേപ്പ് ആൻഡ് സെക്ഷൽ അസൾട്ട് ആർ ടു സൈഡ്സ് ആൻഡ് ഓഫ് ദ സെയിം കോയിൻ. ഇറ്റ് റിഫ്ലെക്ട്സ് മാൻസ് എബിലിറ്റി ടു റൂൾ എ വുമൻസ് ലൈഫ്. Sexual assault and rape are both illegal. The victim of sexual harassment is not physically hurt. In rape, the victim behaves like an animal in order to satisfy his or her bodily desires. Rape is unwelcome. Corrected sexual activities, it affects both men and women, adults and children, are well as the elderly, those with disabilities as well as healthy people, even where the assailed is a friend, family member or acquaintance. It is a crime. Rape is a common occurrence in people's life. Although rape is a type of sexual assault, it is different from all sexual assault. അപ്പൊ റേപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ശരീരത്തിലൂടെ കടന്നാക്രമണമാണ് റേപ്പ് എന്ന് നമ്മൾ പറയാം. റേപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. ഒരുപാട് റേപ്പിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ റേപ്പ് വിക്ടിംസ് നമ്മുടെ നാട്ടിലുണ്ട്. ഈ റേപ്പ് വിക്ടിംസിനും ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ഒരു ഭാഗത്തു നിന്ന് കൊടുക്കേണ്ടതാണ്. അവർക്ക് മെന്റലി സപ്പോർട്ടും അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് കൊടുക്കണം. അതുപോലെ തന്നെ റേപ്പിസ്റ്റുകളെ നമ്മൾ വളരെയധികം ക്രൂരമായിട്ട് തന്നെ ഉള്ള ശിക്ഷാ നടപടികൾ അവർക്കെതിരെ എടുക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതുപോലെ തന്നെ ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഒന്നും ഒരു കുഴപ്പവുമില്ല ഈ ഒരു റേപ്പിസ്റ്റുകൾക്ക്. കാരണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ റേപ്പ് അനുഭവപ്പെടാറുണ്ട്. റേപ്പിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ റേപ്പിന് വിധേയരാക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ളതും വയസ്സായ ആളുകളെയും ഒക്കെ റേപ്പിന് വിധേയമാക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ റേപ്പ് വിക്ടിംസ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച ഒരു വ്യക്തികളായിരിക്കും. അപ്പോൾ അവരെ വീണ്ടും വീണ്ടും കുത്തി നോയിപ്പിക്കാതിരിക്കാനൊക്കെ നമ്മളും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ സെക്ഷൽ അസൾട്ട് ഓർ റേപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷൽ വയലൻസ് ആണ്. പിന്നെ ചൈൽഡ് സെക്ഷൽ അസൾട്ട് ഓർ ആൻഡ് ഇൻസെക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇൻസെക്ട് ഇസ് ദ വൈഡ് സ്പ്രെഡ് കൈൻഡ് ഓഫ് സെക്ഷൽ അബ്യൂസ്. Family members engage in their forms of sexual interaction. In families of all classes and colors, the most intact happens between older male relatives and younger female children. Intimate friends who are close to children inside the family are the perpetrators of child sexual abuse. People are trusted by parents such as doctors, dentists, teachers, and babysitters commit this form of abuse. Sexually proactive language, prolonged kissing, looking, and petting, vaginal or anal intercourse, and oral sex are all examples of insect and sexual abuse of minors. അപ്പോൾ ഈ ഒരു ചൈൽഡ് സെക്ഷൽ അസൾട്ട് അല്ലെങ്കിൽ ഇൻസെക്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഈ ഒരു ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഈ ഒരു സെക്ഷൽ വയലൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രധാനമായിട്ടും കൂടുതലായിട്ട് കണ്ടുവരുന്നത് മെയിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓൾഡർ ആയിട്ടുള്ള
എൽഡർ ആയിട്ടുള്ള ഒരു മെയിൽ മെമ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി മെമ്പറിലായിരിക്കും അവരിൽ നിന്നാണ് ചെറിയ കുട്ടികൾക്ക്, കുഞ്ഞു കുട്ടികൾക്ക് സെക്ഷലി എന്തെങ്കിലും ഒരു ഹരാസ്മെന്റ് ഉണ്ടാവുന്നത്. പ്രത്യേകിച്ച് ഫീമെയിൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് സെക്ഷൽ ഹരാസ്മെന്റ് ഫേസ് ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ടച്ചസ്, അനാവശ്യമായ ടച്ചസ്, അതുപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ ടച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഓറലായിട്ടും അതുപോലെ തന്നെ കണ്ടുകൊണ്ടും ഒക്കെയുള്ള നോക്കിക്കൊണ്ടൊക്കെയുള്ള ഒരു സെക്ഷൽ വയലൻസ് ഒക്കെ കുഞ്ഞുങ്ങളുടെ നേരെ ഉണ്ടാകാറുണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ അത്, പക്ഷേ തിരുത്തേണ്ടതാണ്. ഒരിക്കലും അത് കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് നല്ലതായിരിക്കില്ല. ഒരിക്കലും അത് നമ്മുടെ സമാധാന സ്വസ്ഥതയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ചൈൽഡ് സെക്ഷൽ അസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ നിരോധിക്കണം, അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ് അബ്യൂസ് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും കൂടെ വേണം. ഇനി ഇന്റിമേറ്റ് പാർട്ണർ സെക്ഷൽ അസൾട്ട് എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. Intimate partner sexual assault is when a intimate partner engage in unwanted sexual contact in order to exert control over a person through fear, threats, or violence can afflict anyone at any age, from teenagers to the elderly. Intimate partner violence defeated as any behavior within an intimate relationship that causes physical, psychological, or sexual harm to those in the relationship, including acts of physical aggregation, sexual cooperation, psychological abuse, and controlling behaviors. According to the World Health Organization, physical, verbal, emotional, financial, and sexual abuse are all examples of intimate violence. Violent sex, degrading sexual turning, forcing participation in the creation of viewing of pornography, forced prostitution, ഇതൊക്കെ എന്താണ് ഇന്റിമേറ്റ് പാർട്ണർ സെക്ഷൽ അസൾട്ടിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളികളാണെങ്കിൽ, ഇപ്പൊ ഒരുപാട് പങ്കാളികളാണെങ്കിൽ പോലും വളരെ സെക്ഷൽ, പ്രത്യേകിച്ച് ഗാർഹിക പീഡനവും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് അല്ലെ. അതുപോലെ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷന്റെ ആണ്, ആ ഒരു ഭർത്താവിന് അവകാശമുള്ളതാണ്, എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും സ്ത്രീകളെ സമീപിക്കാം എന്നുള്ള ഒരു ചിന്തയൊക്കെ പുരുഷന്മാർക്കുണ്ട്. പക്ഷെ അത് നമ്മുടെ നിയമം അനുവദിച്ചിട്ടില്ല. കാരണം ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചാണെങ്കിലും വിവാഹം കഴിക്കാത്തതാണെങ്കിലും അത് ഒരാളുടെ ഭാര്യയാണെങ്കിലും ആ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ തൊടണമെങ്കിൽ പോലും, ഭർത്താവ് ആ ഭാര്യയെ തൊടണമെങ്കിൽ പോലും അവളുടെ പൂർണ്ണമായുള്ള സമ്മതം ആവശ്യമാണ്. അല്ലാതെയുള്ള ബലമായിട്ടുള്ള ഒരു സെക്ഷൽ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. അത് ഒരിക്കലും സ്ത്രീക്ക് താല്പര്യമില്ലാതെ ചെയ്യാൻ പാടില്ല. അതിനെയൊക്കെയാണ് ഇന്റിമേറ്റ് പാർട്ണർ സെക്ഷൽ അസൾട്ട് എന്ന് പറയുന്ന. ഒരുപാട് സ്ത്രീകൾ മാരിറ്റൽ റേപ്പ് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട്. മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് താല്പര്യമില്ലാണ്ട് പോലും സ്ത്രീകള് നിന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഭർത്താവ് വളരെ ക്രൂരമായിട്ട് അവളോട് പെരുമാറുക, ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇന്റിമേറ്റ് പാർട്ണർ സെക്ഷൽ അസൾട്ടിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അതൊരിക്കലും നിയമം കൊണ്ട് നമുക്ക് അത് ശരിയല്ല. നിയമം നമുക്ക് വേണമെങ്കിൽ നിയമം കൊണ്ട് ആ ഒരു മാരിറ്റൽ റേപ്പിനെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വയലന്റ് സെക്സ്, അതുപോലെ തന്നെ പൊർണോഗ്രാഫി, ഇതൊക്കെ കാണാനായിട്ട് ഫോഴ്സ് ചെയ്യുക, ഇതൊക്കെ നമുക്ക് ഫോഴ്സിങ് ആയിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഫോഴ്സ് ചെയ്യുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്റിമേറ്റ് പാർട്ണർ സെക്ഷൽ അസൾട്ടിന് ഉദാഹരണങ്ങളാണ്. ഇനി അൺവാണ്ടഡ് സെക്ഷൽ കോണ്ടാക്ട് അല്ലെങ്കിൽ ടച്ചിങ് ആണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ഒരു സെക്ഷൽ വയലൻസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം. അൺവാണ്ടഡ് സെക്ഷൽ കോണ്ടാക്ട് is defined as the purposeful touching for a person's genital and breast, inner thigh or buttocks without his or her consent of a person who is unable to consent of refuse either directly or via clothing. അപ്പോൾ ഈ അൺവാണ്ടഡ് സെക്ഷൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു അൺവാണ്ടഡ് സെക്ഷൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് എന്താണ്? പർപ്പസ്ഫുള്ളി നമ്മൾ ഒരാളെ ലൈംഗികമായിട്ടുള്ള ചിന്തയോടെ കൂടെ തൊടുന്നതിനെയാണ് നമ്മൾ ഈ ഒരു അൺവാണ്ടഡ് സെക്ഷൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ലൈംഗിക ചിന്തയോടെ മറ്റൊരാളെ തൊടുക, അയാളുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ കൈ ഓടിക്കുക, അത് ക്ലോത്തിന്റെ ഉള്ളിലൂടെ ആണെങ്കിലും ക്ലോത്തിന്റെ പുറത്തുകൂടെ ആണെങ്കിലും അങ്ങനെയുള്ള രീതിയിൽ കൈ ഓടിക്കുന്നതൊക്കെ അല്ലെങ്കിൽ അത് പിടിക്കുന്നതൊക്കെ വളരെയധികം സെക്ഷൽ വയലൻസിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ്. അപ്പൊ പലയിടത്തും പല ആളുകൾക്കും ചിലപ്പോൾ അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ തിരക്കുള്ള ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിലൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ തൊടലുകൾ, പിടിക്കലുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അപ്പൊ അതൊക്കെ വളരെ ബോൾഡ് ആയിട്ട് തന്നെ തുറന്നു പറയാനും അതുപോലെ തന്നെ അതിനെതിരെ പ്രതികരിക്കാനുമുള്ള മനോധൈര്യം നമ്മൾ കാണിക്കണം. അത് ഏതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത് വേറൊരു പ്രധാനപ്പെട്ട ഒരു സെക്ഷൽ വയലൻസിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. സെക്ഷൽ ഹറാസ്മെന്റ്, ദ പ്രിവെൻഷൻ ഓഫ് വർക്ക് പ്ലേസ് സെക്ഷൽ ഹറാസ്മെന്റ് ആക്ട് ഓഫ് 2013 follow the Supreme Court definition of sexual harassment in the
Vishaka judgment. Sexual harassment, according to the state, include unwelcome sexual tainted behavior, whether directly or indirectly, such as physical contact and advanced demand or request for sexual favor, making sexual colored remarks, showing pornography, or any other unwelcome physical, verbal, or non-verbal contact of a sexual nature. Sexual harassment എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സെക്ഷൽ ഹറാസ്മെന്റും നമ്മൾ തടയേണ്ട കാര്യം തന്നെയാണ്. സെക്ഷൽ ഹറാസ്മെന്റ് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. സെക്ഷൽ ഹറാസ്മെന്റ് കേസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സെക്ഷൽ ഹറാസ്മെന്റ് ഏതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ വർക്ക് പ്ലേസിലൊക്കെ സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അറിയാമായിരിക്കും. 2013 അതിനെതിരെയുള്ള ആക്ട് ഒക്കെ നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ in 2012 an employee of Indira Gandhi International Airports Indira Gandhi restaurant filed a complaint against a senior Air India executive, accusing him to sexually harassing her by showing her pornographic videos and making physical advances, and a woman claimed that Air India assistant general manager and harassing them. അപ്പൊ ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്ന വർക്ക് പ്ലേസിലൊക്കെ ഒരുപാട് സെക്ഷൽ ഹറാസ്മെന്റ് നടന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്സിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു സ്റ്റാഫിനുള്ള ഒരു ദുരനുഭവം ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. നിയമം കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വിട്ടു നിൽക്കാനായിട്ട് സാധിക്കും. ഇനി സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇൻ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ബോത്ത് ചിൽഡ്രൻ ആൻഡ് യൂത്ത് ആർ സെക്ഷലി അബ്യൂസ്ഡ് ഇൻ റിട്ടേൺ ഫോർ ഫുഡ്, ഷെൽട്ടർ, ഡ്രഗ്സ്, protection and other necessary of life, such as money. Pornography or sexually graphic websites are frequently created by children or young boys and girls. അപ്പോൾ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ നോൺ consensual abuse or exploitation or of another person's sexuality for the aim of sexual fulfillment or financial gain. അപ്പോൾ ഈ ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഒക്കെ അവർക്ക് ഫുഡിന് വേണ്ടോ അല്ലെങ്കിൽ അവരുടെ ഷെൽട്ടറിന് വേണ്ടോ ഒക്കെ അവരെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുക, അവർ ചൂഷണം ചെയ്യുന്നതിനെയാണ് ഇത്തരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ഭക്ഷണമില്ലായിരിക്കും, അല്ലെങ്കിൽ വസ്ത്രമില്ലായിരിക്കും, അതുപോലെ തന്നെ പാർപ്പിടമില്ലായിരിക്കും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരിക്കും. അപ്പൊ അത് മുതലെടുത്തുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇതും സെക്ഷൽ വയലൻസിൽ ഉൾപ്പെടുന്ന കാര്യം തന്നെയാണ്. പിന്നെ വരുന്നതാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. നമുക്കറിയാം പണം കൊടുത്തിട്ട് സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ സമീപിക്കാവുന്ന ആളുകളുണ്ട്. അപ്പൊ അത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് എ ഫീമെയിൽ സെക്ഷൽ ബിഹേവിയർ outside of marriage. Prostitution is considered a vice, a big or degrading, including of a natural aspects of a sick or its own satisfaction. It is both a moral and a social, religious and civic organization forbid prostitution. In certain societies, it is also against the law. It is possible to become a prostitute by choice or through force. അപ്പോൾ prostitution എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അതായത് ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പണം കൊടുത്ത് ഒരാളെ സമീപിക്കുന്നതിനാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മൾ പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജീവിത സാഹചര്യം കൊണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ആയവരുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ഫോഴ്സ് ചെയ്തിട്ട് പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നവരുണ്ടാവും, അതുപോലെ തന്നെ അവരുടെ ഓൺ ചോയ്സിൽ വന്നവരുണ്ടാവും. അവരുടെ തന്നെ ഒരു ആഗ്രഹത്തിന് അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ഇനി ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം കൊണ്ട്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇസ് ദ മോസ്റ്റ് ഹെനിയസ് കൈൻഡ് ഓഫ് മിസ്റ്ററസ് of women and girls. The victims are intimidated and subdued by the traffickers. Women are frequently placed in situations where their freedom are severely limited. Once they have been required, they are frequently subjected to severe physical and mental torment by their so-called owners, including rape, imprisonment, forced abortions and physical cruelty. അതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്.
ഹ്യൂമൻ ട്രാഫിക് എന്ന് പറയുന്നത് ഒരു വുമൻസിനെയും ഗേൾസിനെയും ഒക്കെ മെയിൻ ആയിട്ട് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വളരെ അതിനകത്ത് തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റുകൾ, അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്കലായിട്ട് അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുക, അതുപോലെ തന്നെ ഫോഴ്സ് അബോർഷൻസും അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് റേപ്പ് ഒക്കെ ഇതിനകത്ത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എക്സാമിന് എഴുതി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വുമൺ ആർ സബ്ജക്റ്റഡ് ടു psychological, physical and sexual violence as a result of human trafficking and sexual exploitation. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ, എക്സാമിന് നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഡിപ്രഷൻ, suicidal thoughts and physical injuries are among them. അപ്പോൾ ഈ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ട് വയലൻസ് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ വരാം, അതുപോലെ തന്നെ ഡിപ്രഷൻ, വിഷാദം ഒക്കെ ഉണ്ടാവാം, അതുപോലെ തന്നെ ഫിസിക്കൽ ഇഞ്ചറീസ് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. സെക്ഷൽ വയലൻസ് എന്ന് പറയുന്നത് എന്താണ്, പല ടൈപ്പ് ഓഫ് സെക്ഷൽ വയലൻസ് ഏതൊക്കെയാണെന്നുള്ളതും നമുക്ക് എക്സാമിന് വരുന്നതാണ്. അതൊന്ന് ഓർത്തിരിക്കാം. പിന്നെ റീസൺസ് ഓഫ് സെക്ഷൽ വയലൻസ് എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ, ഇത് ലൈംഗികമായിട്ടുള്ള ആക്രമണങ്ങൾക്കൊക്കെ ഉള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലുള്ള here are some of the reasons behind the issues of sexual violence in India. ഇന്ത്യയിലുള്ള സെക്ഷൽ വയലൻസിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ലോ ലിറ്ററസി ആണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് സാക്ഷരത ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയാണ് ആളുകളോട് പെരുമാറണം എന്നുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു രീതി, എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്, ഹ്യൂമൻസിനെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുമാക്കാത്തതുകൊണ്ടാണ്. നമ്മളൊരു സിനിമ കണ്ടോണ്ടല്ലേ, കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് പറഞ്ഞൊരു സിനിമ. അതിന്റെ അകത്ത് ആസിഫ് അലി എന്ന് പറയുന്ന ഏകദേശം ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് സംതിങ് പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അത് പെൺകുട്ടികളോട് വലിയ രീതിയിൽ പെരുമാറാനോ അല്ലെങ്കിൽ ഇടപഴകാനൊന്നും ആസിഫ് അലിക്ക് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിലെ ആ ഒരു കഥാപാത്രത്തിന് അറിയില്ല. അപ്പൊ ആ കഥാപാത്രം എന്താണ്, ഒരു കല്യാണം കഴിച്ച ഒരു ഭാര്യനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഭാര്യയുമായിട്ട് ഇടപഴകേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവളെ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം അതാണ് ആണത്തം എന്നുള്ള ചിന്താഗതിയുള്ള ഒരുപാട് പുരുഷന്മാര് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നുമുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ അല്ലെങ്കിൽ ക്രൂവാലിറ്റീസ് ഒക്കെ ഗേൾസിനോട് പുരുഷന്മാർ കാണിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ലിറ്ററസിയുടെ കുറവാണ്. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടും സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയത്തില്ലാത്തത് കൊണ്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളായിട്ടാണ് ആ ഒരു കെട്ടിയോളാണ് എന്റെ മാലാഖയിൽ ആ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പുരുഷന്റെ കഥ കാണിച്ചുകൊണ്ട് അവിടെ പറയുന്നത്. അപ്പൊ ലോ ലിറ്ററസി എന്ന് പറയുന്ന ഒരു മെയിൻ കാരണമാണെന്ന് എടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നമുക്ക് സാക്ഷരത ഇല്ലാത്തത് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തത് നമ്മുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെ വളരെ മോശമാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ വിദ്യാഭ്യാസം നേടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് സ്ത്രീ പുരുഷന്മാരുടെ കൂടെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്, അവരുടെ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ, അവരോട് പെരുമാറുന്ന രീതികൾ, ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള കൂട്ടുകാരുണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചും അവരുടെ മാനസിക രീതികളെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ രീതിയിൽ എന്താണ്, അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വിദ്യാഭ്യാസ കുറവ് ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് തന്നെയാണ്. People with a low literacy background have less contact with their own life, have less control over their own life and less aware of their legal rights, have low self-esteem and have weak leadership skills, all the which contribute to the increased risk of sexual violence, sexual assault against children, disrupts of victim education, causing severe damage to a person's career and reputation. A person with inadequate literacy will be unable to obtain a combated work with a good salary or wage. The female member is imprisoned in low-paying service sector occupations, unable to meet their most basic needs and become trapped in a various cycle of poverty, which leads to a sexual assault. അപ്പോൾ ലോ ലിറ്ററസി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസമില്ലാത്തത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെയും വളരെയധികം ബാധിക്കാറുണ്ട്. കാരണം സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെ കുറിച്ചും അവരുടെ ചിന്താഗതികളെ കുറിച്ചും അവരുടെ അവകാശങ്ങൾ, അവരുടെ റൈറ്റ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ലാത്തതും ഈ ഒരു സെക്ഷൽ വയലൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്ന് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. എന്തെങ്കിലും ഒരു രീതിയിൽ പുരുഷന്മാർ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്നും തിരിച്ച് റിയാക്ട് ചെയ്യാനുമുള്ള ഒരു ധൈര്യവും ഒരു നമ്മുടെ റൈറ്റ്സിനെ കുറിച്ചുള്ള അവബോധം ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണ് പല സ്ത്രീകളും ഇതിൽ പെട്ടുപോകുന്നത്. അതുപോലെ തന്നെ മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ നിയമം മൂലം നമുക്ക് തടുക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം പോലും പലർക്കും അറിയത്തില്ല. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാരിറ്റൽ റേപ്പ് ഒക്കെ ഒരു കുറ്റമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് പോവർട്ടി ആണ്. പോവർട്ടി ആൻഡ് സെക്ഷൽ വയലൻസ് ആർ
linked. Poverty is one of the core causes of sexual assault and is often sexual assault can put a person's financial well-being at a job ready, resulting to homelessness, unemployment, distribution of in education and health, mental health issues, and other daily worries and problems as a result of not being able to meet one's basic requirements. A person's risk of sexual victimization increases. അപ്പോൾ സെക്ഷലിനായിട്ട് ഈ ഒരു പോവർട്ടി സെക്ഷൽ വയലൻസിന് എങ്ങനെ കാരണമാകും എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൃത്യമായിട്ട്. സെക്ഷൽ വയലൻസിന് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് പോവർട്ടി. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ആവതില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായ ദാരിദ്ര്യമാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് ആളുകൾ വരാൻ തുടങ്ങും. അപ്പൊ ആ ഒരു പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട ലൈഫ് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരിക്കും അവർ വരിക. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ഭയങ്കരമായ രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ഇടയുണ്ട്. അപ്പൊ ആ ഒരു പോവർട്ടി എന്ന് പറയുന്നത് സെക്ഷൽ വയലൻസിന് ഒരു കാരണം തന്നെയാണ് കേട്ടോ. ഇനി ഫീമെയിൽ പോലീസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദ നമ്പർ ഓഫ് ക്രിമിനൽ ക്രൈംസ് അഗേൻസ്റ്റ് വുമൺ ഇൻ ഇന്ത്യ such as rape, sexual violence and abuse is steadily increasing. Many studies have found that if female police officers are present in the police station, women are more willing to report sex offense. Women feel more comfortable narrating the details of crime with a female officer, said K.S. Vimla of the dowry issues are all crimes against women and can only be addressed in the state has enough all women in police stations. The female members has hesitated to tell male police officers about the sexual violence they have experienced. Sexual abuse is conducted in many circumstances. ഇപ്പോൾ ഫീമെയിൽ പോലീസ് എന്ന് പറയുന്നത് നമുക്ക് ഫീമെയിൽ ആയിട്ട് പോലീസിന്റെ എണ്ണം വളരെ കുറവാണ് അല്ലെ. നമുക്കറിയാം ഫീമെയിൽ പോലീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് പല സ്റ്റേഷനുകളിലും പോലീസുകൾ മെയിൽസ് മാത്രമാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരെയുള്ള ഒരു അടവാണ് അല്ലെ. കാരണം നമുക്കൊരു സെക്ഷൽ വയലൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് ഉള്ള ഒരു പ്രശ്നത്തെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് ഗാർഹിക പീഡനത്തെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് തുറന്ന് സംസാരിക്കണമെങ്കിൽ ഫീമെയിൽസ് ആയിട്ടുള്ള പോലീസുകാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അത് നല്ല രീതിയിൽ പറയാനും അവിടെ പരാതി കൊടുക്കാനൊക്കെ നമുക്ക് തോന്നും അല്ലെ. അപ്പൊ അങ്ങനെ പരാതി കൊടുക്കാനൊക്കെ നമുക്ക് തോന്നുന്നത് ഈ ഒരു രീതിയിലുള്ള ഫീമെയിൽ പോലീസ് അല്ലെങ്കിൽ നമ്മുടെ പെണ്ണുങ്ങളോട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ കൂടുതലായിട്ട് പെണ്ണുങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഫീമെയിൽ പോലീസുകൾ ഇല്ലാത്തതിന്റെ ഒരു കുറവ് നമ്മുടെ സ്റ്റേഷൻസിലുള്ള പരാതികൾ അല്ലെങ്കിൽ ഫീമെയിൽസിന് അവരുടെ പരാതികൾ പൂർണ്ണമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ അതും ഒരു റീസൺ ആയിട്ട് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലെയിമിങ് പ്രൊവോക്കേറ്റീവ് ക്ലോത്തിങ്, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വുമൻസ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഇന്ത്യ ഹാവ് ഷിഫ്റ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് മോഡേണൈസേഷൻ. They dress provocatively in order to appear smarter, younger, and more appealing. However, some social activities and members of civil society they say provocative clothing has drawn and attention of younger males of girls who engage in various forms of sexual violence. Different educational institutions have also implemented dress codes for students in order to eliminate sexual violence or campus. Surprisingly, 68% of all responders in a 1996 study of India judges believes the proactive appeal was a innovation to rape. ബ്ലേമിംഗ് പ്രൊവോക്കേറ്റീവ് ക്ലോത്തിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ ഈ ഒരു റേപ്പിന് കാരണം അല്ലെങ്കിൽ സെക്ഷൽ വയലൻസിന് കാരണമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിദേശ രാജ്യങ്ങളാണെങ്കിൽ പോലും എല്ലാ പെൺകുട്ടികളും ഈ ഒരു രീതിയിൽ മോഡേൺ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പക്ഷെ അവിടെയുള്ള റേപ്പുകൾ എണ്ണം വളരെ കുറവാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ കുറവായിരിക്കും അല്ലെങ്കിൽ രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന്റെ കുറവായിരിക്കും ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതുകൊണ്ട് റേപ്പ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ അതും വളരെയധികം മോശമായിട്ടുള്ള ഒരു ചിന്താഗതി തന്നെയാണ്. അതുപോലെ തന്നെ വീക്ക് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഫാമിലി ഇസ് എ ചൈൽഡ് ഫസ്റ്റ് സോഷ്യലൈസേഷൻ ഏജൻസി വേർ he learns diverse values and standards and adjust in his surroundings. Great gender roles are social conceptions that parents instill in their children during the socialization process. Children who have had a poor socialization experiences are more likely to engage in abandoned behavior. A parenting and family structure will have a direct impact on a deviant behavior, while the adolescent community, the peer group, will have an indirect impact. അപ്പോൾ വീക്ക് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ
സെക്ഷൽ വയലൻസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടാണ് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അല്ലേ. അപ്പൊ വീട്ടിലെ നമ്മുടെ അച്ഛനും അമ്മയും നല്ല സ്നേഹത്തിലാണ്, നല്ല രീതിയിൽ അവർ പരസ്പരം സഹായിച്ച് കാര്യങ്ങളെല്ലാം വലിയ ജോലികളെല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളും ആ രീതിയിൽ ഒരുമിച്ച് ജോലികൾ ചെയ്യാനും ഒരുമിച്ച് കാര്യങ്ങൾ നടത്താനും ഒക്കെയുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കും അല്ലേ. അപ്പൊ നമ്മുടെ പാർട്ണറിൽ നിന്ന് നമ്മൾ അങ്ങനെയായിരിക്കും ഒരു ചിന്താഗതി, ആ ഒരു രീതിയായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. പുരുഷന്മാരാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരുടെ അച്ഛനും അമ്മയും അച്ഛൻ ജോലികളെല്ലാം ചെയ്യാൻ അമ്മേന്റെ കൂടെ സഹായിക്കുന്നത് കണ്ട് വളരുന്ന ആൺകുട്ടികൾ ഉറപ്പായിട്ടും തന്റെ ഭാര്യനെ സഹായിക്കാനായിട്ട് പോകും. അപ്പൊ അതൊക്കെ നോക്കുക. ആ രീതിയിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കും സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സോഷ്യലൈസേഷന്റെ വീക്ക്നെസ് ആണ് നമ്മുടെ ഈ ഒരു സെക്ഷൽ വയലൻസ് കൂടാനായിട്ട് കാരണം. ഇനി വരുന്നത് ലാക്ക് ഓഫ് പബ്ലിക് സേഫ്റ്റി ആണ്. പബ്ലിക് സേഫ്റ്റിയിലുള്ള കുറവ് നമുക്ക് ഒരുപാട് രീതിയിലുള്ള സോഷ്യൽ സെക്ഷൽ വയലൻസിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ലാക്ക് ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ വുമൻസ് ഇൻഡിപെൻഡൻസ് ഈസ് ലിമിറ്റഡ് ബൈ ലാക്ക് ഓഫ് പബ്ലിക് സേഫ്റ്റി. വുമൻ ആൻഡ് ഗേൾസ് ഹാവ് ലോങ് ബീൻ കൺസേൺഡ് അബൌട്ട് ദർ protection. Women movement and achieves that's resisted, and they are thought to plan everything from travel times to how to stroll to school, college, office, or a public restroom. When a 23rd year old paramedical student was brutally gang raped by 6 men in Delhi on December 6, 2012, the true safety of women was called into doubt. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, നിർഭയ കേസൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. 21 വയസ്സുള്ള ഒരു 23 വയസ്സുള്ള ഒരു കുട്ടി പാരാമെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അവള് ഒരു 6 ആണുങ്ങൾ ചേർന്ന് അവളെ പീഡിപ്പിച്ച് ഓടുന്ന ബസ്സിൽ വളരെ ബ്രൂട്ടലായിട്ട് പീഡിപ്പിക്കുകയും അതുപോലെ തന്നെ അവളെ കൊല്ലുകയും ചെയ്തു. 2012 ഇതുണ്ടായത്, ഡിസംബർ 16. അപ്പൊ ഇത്തരത്തിലുള്ള വളരെ വേദനാജനകമായ അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ തന്നെ മരവിപ്പിച്ച് കളയുന്ന ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ലാക്ക് ഓഫ് പബ്ലിക് സേഫ്റ്റിയുടെ ഒരു ഉദാഹരണം തന്നെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇനി ഡിലേ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. ഡിലേ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് justice is postponed, justice is denied. There appears to be a delay in the resolution of sexual violence cases in the courts. A simple study of 100 cases of rape, kidnapping, and abduction conducted by the study group of Bureau of Police Research and Development, Government of India, found that trials were completed in only 34% of cases in 6 months, 48% in 6 to 12 months, and 70% on more than a year, and rate of rape cases being resolved in around 80%. അപ്പൊ ഡിലേ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു റേപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ വയലൻസിന് കാരണമാകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്, എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് പിടിച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിലായിരിക്കും നമുക്ക് അവരുടെ തല അറുക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു നടപടി എന്ന് പറയുന്നത് ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിലായിരിക്കും. അപ്പൊ ആ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അവിടെ നമ്മുടെ നാട്ടിലേന്ന് വെച്ച് താരതമ്യം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മുടെ നാട്ടിലൊരു കേസ് വിധിയൊക്കെ വരുന്നത് എത്ര 1, 2, 3 വർഷമൊക്കെ കഴിയുമ്പോഴാണ് വിധി വരിക. പിന്നെയും അത് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി അങ്ങനെ ഇങ്ങനെ പോയി അതിന്റെ ലാസ്റ്റ് വിധി വരാനായിട്ട് പിന്നെയും താമസം എടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ജസ്റ്റിസിന്റെ ഡിലേ എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു സെക്ഷൽ വയലൻസിനൊക്കെ ഉള്ള ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ ഡിലേ വരുന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സെക്ഷൽ വയലൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ശിക്ഷകൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഈ ഒരു സെക്ഷൽ വയലൻസ് കൂടുന്നതിന് കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത്, ആൽക്കഹോൾ അബ്യൂസ് ഹാസ് എ ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ കോഗ്നിറ്റീവ് ആൻഡ് ഫിസിക്കൽ ഫംഗ്ഷൻ, lowering self-control and making people less capable of resolving disagreements in relationship without resorting to violence. Domestic violence, violence and sexual assault all have a significant link to alcohol. Heavy, more regularly drinking raises and the probability of violence for perpetrators. A growing proportion of people are becoming alcohol dependent. It is difficult for them to function regularly in society. As a result of this, domestic and sexual violence are frequently linked to alcohol misuse. With alcohol consumption is present, however, sexual assault is significantly more likely to occur.
ഇപ്പൊ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൽ അസാൾട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ വയലൻസിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം നമുക്ക് ബോധമില്ലാതെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആൽക്കഹോൾ ഒക്കെ കുടിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. അതുപോലെ തന്നെ മാരിറ്റൽ റേപ്സിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഡ്രഗും അതുപോലെ തന്നെ ആൽക്കഹോളും ഒക്കെയാണ്. അപ്പൊ ആ ഒരു റീസൺസും കാര്യങ്ങളും കൃത്യമായിട്ട് ഒന്ന് പഠിച്ചിരുന്നോളൂ. അതും നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ളതാണേ. പിന്നെ വരുന്നത് വുമൻസ് മൂവ്മെന്റ്സ് ഇൻ കൊളോണിയൽ ഇന്ത്യ റൂട്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ആൻഡ് വുമൺ മൂവ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ വെൻ യു സേ സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് സെയ്ഡ് വുമൻസ് മൂവ്മെന്റ്. വുമൻസ് മൂവ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വുമൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു റേപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ സോഷ്യൽ വയലൻസ് എന്താണെന്നും അതുപോലെ തന്നെ സെക്ഷൽ വയലൻസിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ആ ഒരു സെക്ഷൽ വയലൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വിമൻസിന്റെ ഈ ഒരു എംപ്ലോയ്മെന്റിലാണെങ്കിൽ പോലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രീതിയിൽ ആൺകുട്ടികൾക്ക് മികച്ച ശമ്പളവും പെൺകുട്ടികൾക്ക് തുച്ഛമായ ശമ്പളമൊക്കെ നൽകുന്നതിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സെക്ഷൽ വയലൻസിൽ നിന്നും ഒക്കെ സ്ത്രീകൾ മുന്നോട്ട് വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഒരു വുമൻസ് മൂവ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. Let's start with the definition of social movements. As women's movements are one social movement. Studies of social movements have attempted to answer questions such as the organs, goal and purpose of movements, questioning of participation and membership, emotions, aspects of movements, strategies and organization of movements, how movements influence and included by other institutions such as state and the media, the reasons of movements decline, the success. Following aspects of social movements are shared by most definitions. A group of people acting collectively, a long-term, well-coordination public movement of assert collective rights, the use of a variety of methods from a political action arousal, participants concerned public representations of their own and or their constitutions worthiness, unity, members and dedication. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു നമ്മുടെ സോഷ്യൽ മൂവ്മെന്റ്സ് എങ്ങനെയാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതി വെക്കാം. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്ടിങ് കളക്റ്റീവ്ലി. അപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വളരെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള അവര് പ്രവർത്തിക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വുമൻസ് മൂവ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത്. ആസ് എ റിസൾട്ട് വി ക്യാൻ സീ ദാറ്റ് വൈൽ മോസ്റ്റ് സോഷ്യൽ മൂവ്മെന്റ്സ് ആർ ലിങ്ക്ഡ് ടു ഫിനോമിന സച്ച് ആസ് revolutions, campaigns and community organizations. They are distinct in they involve collective actions and are sustainable over time using a variety of strategies. If we apply the above mentioned principles to the women's movements in India, we can see that they have been an especially important social movement. അപ്പൊ ഈ സോഷ്യൽ മൂവ്മെന്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ മൂവ്മെന്റ്സും അതുപോലെ തന്നെ വുമൻസ് മൂവ്മെന്റ്സും ഉണ്ട്. നമ്മുടെ വുമൻസ് മൂവ്മെന്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റ്സ് വഴിയാണ് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് എഴുതി വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഡിവൈസ് റൂട്ട്സ് ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് കൊളോണിയൽ ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. Elaborate on diverse roots of women's movements colonial India. In this section, we shall map the various contexts in which women's issues in India had been argued and conceptualized. Women movements in the United States have the organs in these articulations and activities in colonial India in a number of situations such as anti-caste companions, peasant and workers movements. Women were mobilized and learned to perceive themselves as political centers, and the way in which women's issues were discussed and their participation in these movements are significant foundations of today's movements. അപ്പോൾ ഈ ഒരു വുമൻസിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ച് കൃത്യമായിട്ട് കൊളോണിയൽ ഇന്ത്യയിലെ മൂവ്മെന്റ്സിനെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കണം. പിന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ഇൻ യൂറോപ്പ് there was a lot of discussion regarding women's in the estates, roles, nature and capacities during the 19th century. This century was defined by the gradual but steady ascent of British influence, beginning with the East India Company, which arrived in India as a trading partner but gradually expanded in dominance and rule. It is now largely agreed that India experienced with the colonization resulted in significant changes in Indian society and sparked debates regarding women's status. Colonial control results in significant changes in agrarian
relations and the start of industrialization and changes in administrative organization all of which contribute to the formation of a new middle class. The men of those caste groupings were the first to profit from the arrival of West education and to become acquainted with the Western concept concerning women's status. അപ്പോൾ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടില് ഈ ഒരു ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വുമൻസിന്റെ ഒരു പാർട്ടിസിപ്പേഷന്റെ നിലയിലാണെങ്കിലും അല്ലെങ്കിൽ വുമൻസിന് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന് ഉയർന്നു വരാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായത് ഈ ഒരു കൊളോണലൈസേഷന്റെ കാലഘട്ടത്തിലാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള അവസ്ഥ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. വളരെ താഴ്ന്ന നിലയിലായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത്. അവർക്ക് പുരുഷന്മാരെക്കാൾ ഒരു അധികാരവും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരുടെ കാൽച്ചുവട്ടിൽ നിൽക്കേണ്ട ആളുകളായിരുന്നു സ്ത്രീകൾ. അതുപോലെ തന്നെ സതി പോലെയുള്ള ആചാരങ്ങൾ, ചൈൽഡ് മാരേജ്, അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ പുരുഷനെ കല്യാണം കഴിക്കാനുള്ള പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ പരസ്പരം പോരടിക്കുന്ന നാട്ടുരാജ്യക്കാരെ കണ്ടപ്പോൾ അവരുടെ ശക്തിയും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയെ ഭരിക്കാമെന്നുള്ള ചിന്ത അവരിൽ ഉണ്ടാവുകയും അവർ പിന്നീട് ഇന്ത്യയിൽ താമസമാക്കുകയും ഇന്ത്യയിൽ ഭരിക്കുകയും ചെയ്തു. ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. നമ്മുടെ പല നവോത്ഥാന നായകന്മാരും ഒരുപാട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളുകളാണ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാഭ്യാസം അഭ്യസിച്ചവരാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി വിദ്യാഭ്യാസം അഭ്യസിച്ചവരാണ് നമ്മുടെ ഗാന്ധിജി പോലെയുള്ള പല മഹാന്മാരും. അപ്പൊ അവർക്ക് ആ ഒരു ബ്രിട്ടൻ പോലെയുള്ള നഗരങ്ങളിൽ എത്തിയപ്പോഴാണ് സ്ത്രീകളുടെ അവിടുത്തെ അവസ്ഥയും നമ്മുടെ രാജ്യത്തെ അവസ്ഥയും ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്യാനുള്ള അവസരം ലഭിച്ചത്. അങ്ങനെ അവസരം ലഭിച്ചപ്പോഴാണ് നമ്മുടെ സ്ത്രീകൾ എത്രത്തോളം ദുരന്തം അനുഭവിച്ചു എന്ന് നമ്മുടെ നവോത്ഥാന നായകന്മാർക്ക് മനസ്സിലായത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഉന്നമന പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരികയും അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും സമരങ്ങൾ ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അപ്പൊ നല്ല രീതിയിലാണ് നമുക്ക് കൊളോണലൈസേഷൻ കൊണ്ടുവന്നത്. നല്ല രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൊളോണലൈസേഷൻ കാരണം ഇന്ത്യയിൽ ഉണ്ടായെന്നുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിബേറ്റ് ഓൺ സതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ എഴുതി വെക്കാവുന്നതാണ്. സോഷ്യൽ മൂവ്മെന്റ്സിന്റെ കൂടെ എഴുതി വെക്കാവുന്നതാണ്. Sati was the practice of burning a widow on her husband's funeral pyre after he died, which was thought to ensure their salvation. Sati, as the other hand, was a way of eliminating widows with the property rights as well as ensuring widows' sexual purity. According to feminist scholars, as a result, it was a practice that the family and community sections and a means of reinforcing sexual and moral codes as well as മാരിറ്റൽ പവേഴ്സ്. അപ്പോൾ ഈ ഒരു സതിയുടെ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ സതി എന്ന് പറയുന്ന ഒരു ദുരാചാരത്തിനെ നമ്മൾ ഇല്ലാതാക്കിയത് വളരെ പാടുപെട്ടാണ്. രാജാറാം മോഹ്റയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവസാനം അത് ഇല്ലാതായത്. അപ്പൊ അതുവരെ ഏകദേശം 1818 ഒക്കെ സമയം വരെ 1885 സംതിങ് ആണ് ആ ഒരു സതി നിർത്തലാക്കിയത്. അപ്പൊ ആ ഒരു 1800ഓളം ആ ഒരു കാലഘട്ടങ്ങളോളം ഈ ഒരു സതി എന്ന് പറയുന്ന ദുരാചാരം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സതിയുടെ ഫലമായിട്ട് ഒരുപാട് വിഡോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് വിധവകളായിട്ടുള്ള സ്ത്രീകൾ മരണമടയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സതി എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ മെയിൻ കാരണം തന്നെ ചില പുരുഷ നേതാക്കന്മാരുടെ ചില കുബുദ്ധികളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഡോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് മരിച്ച പെൺകുട്ടികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയിലുള്ള അവരുടെ റൈറ്റ്സ് ഇല്ലാതാക്കാനും അതുപോലെ തന്നെ അവർക്ക് അവരുടെ പ്യൂരിറ്റി അല്ലെങ്കിൽ ഒരു നമ്മുടെ ഭർത്താവിനുള്ള ഒരു പ്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനൊക്കെ അത് ഇല്ലാതാകരുത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നൊക്കെയാണ് ഈ ഒരു സതി എന്ന് പറയുന്ന ദുരാചാരം ഉണ്ടായത്. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇപ്പം നമുക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പോലും ഭാര്യയ്ക്ക് പ്രോപ്പർട്ടിയിലെ റൈറ്റ്സ് ഉണ്ടാവുമല്ലോ, ആ റൈറ്റ്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രമായിരുന്നു സതി എന്ന് പറയുന്ന ദുരാചാരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാതിവൃത്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അതായത് പുരുഷനെ മാത്രം അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രം സ്ത്രീകൾ സ്നേഹിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ മാത്രം ആലിംഗനം ചെയ്യുക, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പാതിവൃത്യം എന്ന് പറയുന്ന കോൺസെപ്റ്റായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ്. അപ്പൊ ആ പാതിവൃത്യം ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ചിതയിൽ ചാടി അവളുടെ പാതിവൃത്യം സൂക്ഷിക്കണം എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ വളരെ ദുരാചാരമായിരുന്നു എന്നുള്ള രീതിയിൽ പിന്നീട് അത് നിർത്തലാക്കുകയും അത് ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട്. ഡിസ്കസ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആണ് ലൊക്കേറ്റിംഗ് വുമൻസ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്.
Late 19th century, the social reform movements had begun to bear fruit with the progress of their ideas had been major progress had been made in the field of women's education, while the social reform movements focused on reforming the Hindu family, which was revoking of patriarchy. Newly educated middle class women gradually began to emerge into the public realm, albeit one separate from the man's public sphere. With the limiting opening of the public realm to women, they began to participate in the nationalist activities and organizations, despite some male resistance at first. അപ്പോൾ നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നാഷണലിസ്റ്റ് മൂവ്മെന്റ് വഴി സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും വുമൻസിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് നടപടിക്രമങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൻസിന്റെ ഗാന്ധിയൻ നാഷണലിസ്റ്റ് സ്ട്രഗിൾസിൽ വുമൻസിന്റെ പാർട്ടിസിപ്പേഷനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് സതിയുടെ സതി എന്ന് പറയുന്ന ദുരാചാരത്തെ കുറിച്ച് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൽ വയലൻസിനെ കുറിച്ചും അതിന്റെ കാരണങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ വയലൻസും അതും ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതെല്ലാം ഇന്ന് പഠിച്ചതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതൊന്ന് വായിച്ച് നോക്കിയിട്ട് വേണം അടുത്ത ക്ലാസ്സിന് വരാൻ കേട്ടോ. ഓക്കെ, താങ്ക് യു.